മറ്റു വാർത്തകളിലേക്ക്. രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ പ്രതീകമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന് മുകളിൽ പതാക ഉയർത്തും. RSS മേധാവി മോഹൻ ഭാഗവതും നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ചടങ്ങിന് മുൻപായി അയോധ്യയിൽ റോഡ് ഷോ നടത്താനും തീരുമാനം. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ ചടങ്ങ്. എപ്പോഴാണ് ഇത് നടക്കാൻ പോകുന്നത്? ദിവ്യ സൈഫുദ്ദീൻ, ഇന്ന് 11 മണിക്കാണ് രാമക്ഷേത്രം പൂർത്തിയായതിന്റെ പ്രതീകാത്മകമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിൽ നിന്ന് പതാക ഉയർത്തുന്നത്. 2020 രാമക്ഷേത്രത്തിന്റെ പണി ആരംഭിച്ചത്. 5 വർഷവും 3 മാസവും എടുത്താണ് പണി പൂർത്തിയായത്. 2024 രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട് വലിയ രീതിയിൽ BJP പ്രചാരണ ആയുധമാക്കിയത് രാമക്ഷേത്രം തന്നെയായിരുന്നു. എന്തായാലും ഇന്ന് നടക്കാൻ പോകുന്ന ചടങ്ങിൽ പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തികളൊക്കെയും പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിവിധ മഠങ്ങളുടെ മഠാധിപന്മാർ, അതോടൊപ്പം തന്നെ RSS മേധാവി മോഹൻ ഭാഗവത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അതോടൊപ്പം തന്നെ BJPയുടെ മറ്റ് മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക. 10 മണിക്ക് അയോധ്യയിലെത്തുന്ന പ്രധാനമന്ത്രി അയോധ്യയിൽ നിന്ന് റോഡ് ഷോ നടത്തുന്നുണ്ട്. റോഡ് ഷോയ്ക്ക് ശേഷമായിരിക്കും 11 മണിയോടുകൂടി ക്ഷേത്രാങ്കണത്തിലെത്തി അദ്ദേഹം പതാക ഉയർത്തുക. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിന്റെ ഭാഗമായിട്ടാണ് പതാക ഉയർത്തുന്നത്. 11 അടി നീളമുള്ള പതാകയാണ് ഇന്ന് രാമക്ഷേത്രത്തിൽ ഉയരാൻ പോകുന്നത്. സൂര്യന്റെ തിലകം ചാർത്തുന്ന രീതിയിലേക്കുള്ള പതാകയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും അയോധ്യ നിവാസികളടക്കം വലിയ ക്ഷണമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അവിടെയുള്ള പ്രദേശവാസികളെ ക്ഷണിച്ചില്ല, പുറത്തുനിന്നുള്ളവരെ എത്തിച്ചത് വലിയ രീതിയിൽ വിവാദമായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ പിന്നാക്ക വിഭാഗങ്ങളെയും അയോധ്യയിലെ ജനങ്ങളെയും കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. ഏകദേശം 7000 പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. 11 മണിയോട് കൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുക. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി ഇന്നത്തെ ശബരിമല പൂജാ സമയം.